ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മൂവി റിവ്യൂ ആണ്. സോ 2025 റിലീസായ മലയാളം സിനിമയായ റോന്ത് മൂവിയുടെ റിവ്യൂ ആണ്. സോ അതിന് മുന്നേ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ ഈ ഒരു മൂവി റിവ്യൂയിലോട്ട് പോവാം. സോ ഞാൻ പറഞ്ഞിരുന്നു, റോന്താണ് ഈ ഒരു പേര്. ഒരു വെറൈറ്റി ഒരു നെയിമല്ലേ? എനിക്കും ആദ്യമൊന്നും ക്ലിക്കായില്ല, എന്താ ഇവർ ഈ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അധികം ഒരു കേട്ട് ഇതില്ലാത്തൊരു പേര് അല്ലേ? സോ നമുക്ക് ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇതൊരു പോലീസ് ഡ്രാമ ത്രില്ലറാണ്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഷിഫ്റ്റിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രം കൂടിയാണിത്. സോ അതുകൊണ്ട് തന്നെ ഈ മെയിനായിട്ടുള്ള സീൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു ഒറ്റ നൈറ്റിലുള്ള സംഭവങ്ങളാണ്. ഈ സിനിമയിലെ റോഷൻ മാത്യുവും ദിലേഷ് പുത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ സംവിധായകൻ ഷാഹി കബീറാണ്. അതെ, നായാട്ട് എഴുതിയതും ഈ ഷാഹി കബീറാണല്ലോ. സോ അപ്പം നമുക്ക് ഇതിൻ്റെ കഥ എന്താണെന്ന് അറിയണ്ടേ? ആക്ച്വലി ഈ കഥ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിത്രം ഒരു രാത്രിയുടെ പോലീസ് പെട്രോളിംഗ് ഷിഫ്റ്റിൻ്റെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു മൂവിയാണ്. സോ ഇതിൽ റോഷൻ മാത്യു അവതരിപ്പിക്കുന്നത് ദിനനാഥ് എന്ന പുതിയ പോലീസ് ഉദ്യോഗസ്ഥനും ദിലേഷ് പുത്തൻ അവതരിപ്പിക്കുന്നത് SI യോഹന്നാൻ എന്ന സീനിയർ ഓഫീസറും ഒന്നിച്ച് ഷിഫ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാളുകളും ചിന്തകളും പ്രവൃത്തികളും ഭയങ്കര പരസ്പര വിരുദ്ധമാണ്. ഇവരിൽ ഈ യോഹന്നാൻ എന്ന് പറയുന്ന ആൾ ആക്ച്വലി ഒരുപാട് നാളത്തെ പോലീസ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഈ ഒരു പോലീസ് ഡ്യൂട്ടിയിൽ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഒരു ശാന്ത സ്വഭാവവും വളരെയധികം അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു രീതിക്ക് ചിന്തിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും സംസാരിക്കുന്നതൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു യോഹന്നാന് കിട്ടിയിരിക്കുന്നത്. ഈ ദിനനാഥാണെങ്കിൽ പുതിയതായിട്ട് ജോലിയിൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ വളരെ നല്ല കൃത്യതയുള്ള, അതേസമയം കുറച്ച് അന്ധവിശ്വാസമൊക്കെ ഉള്ള ഒരു ഐഡിയലിസ്റ്റിക് പോലീസ് ഓഫീസർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. സോ ഈ ഒരു ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻറ്റ്, ആക്ച്വലി ഒരു മിസ്സിങ് ഗേളിൻ്റെ കംപ്ലൈൻ്റാണ്. രാത്രി ഒരു കംപ്ലൈൻറ്റ് കിട്ടുന്നു, ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നതാണ്. പുതിയൊരു കോപ്പായ ദിനനാഥ് ഇതിനെ വളരെ ഗൗരവത്തോടെ എടുക്കുന്നു. കാരണം നോർമലി ഒരു ഫസ്റ്റ് ജോലി കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന ആ ഒരു ഫസ്റ്റ് വർക്ക് എത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നല്ലേ എല്ലാവരും ചിന്തിക്കുക. അതേ കണക്ക് തന്നെയാണ് ഈ ഒരു പോലീസ് കേസ് വന്ന സമയത്തും. അതായത് ഇവിടെ ഒരു കേസ് വന്ന സമയത്തും ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ജോലി ആയതുകൊണ്ടും വളരെ സീരിയസ് ആയിട്ട് ചെയ്ത് അത് സക്സസ് ആക്കാനുള്ള രീതിയിലായിരുന്നു ദിനനാഥ് ചിന്തിച്ചിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഗൗരവത്തോടെയാണ് ഈ ഒരു കേസിനെ എടുത്തിരുന്നത്. SI യോഹന്നാനെ കുറിച്ച് റിലാക്സ്ഡ് ആണ്. അയാളെ കാണുമ്പോഴേ നമുക്ക് തോന്നും ഇതെല്ലാം പോലീസ് ഡെയിലി കാണുന്ന കാര്യങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു സീരിയസ്നെസ്സോ അങ്ങനത്തെ ഒന്നുമില്ല. എങ്കിലും ആൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. ബട്ട് ആ ഒരു ദിൽനാഥ് കൊടുക്കുന്ന ആ ഒരു ഗൗരവം ഇദ്ദേഹത്തിൻ്റെ ഫേസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ കാണാതായി പോകുന്ന പറയുന്ന അവളുടെ അമ്മയാണ് വന്ന് പറയുന്നത്. അപ്പോൾ അവളെ താൻ അന്ന് രാത്രി ജോലിക്ക് പോകാനായിട്ട് വിട്ടിട്ടുള്ള ആളായിരുന്നു. പക്ഷേ പിന്നെ ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയതും ഉണ്ടായിരുന്നില്ല. സോ പ്രൈമറി ഒരു സസ്പെക്ഷൻ എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ലൊക്കാലിറ്റി ബേസ്ഡ് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ബന്ധു എന്ന അരുൺ എന്ന യുവാവും അവൻ്റെ സുഹൃത്ത് നവീനും പ്രധാന സംശയകരമായിട്ട് വരുന്നുണ്ട്. പോലീസ് ഇവരെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നുണ്ട്, അവരോട് ചോദ്യം ചെയ്യുന്നുണ്ട്. യോഹന്നാനോട് ആ ഒരു ലീഡിൽ ഇൻറ്ററോഗേഷനൊക്കെ ആയിട്ട് ശക്തമായിട്ട് പോകുന്നുണ്ട്. കുറച്ച് റഫായ ക്വസ്റ്റ്യൻസ് അവിടെ നടന്നിട്ടുണ്ട്. സോ ദിനനാഥ് വളരെ സോഫ്റ്റായിട്ടാണ് അവനോട് അയാൾ
ഭയങ്കര ഒരു ടോർച്ചർ അല്ലെങ്കിൽ ഓവർ ആക്ഷൻസ് എന്നിവ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു ദിൻനാഥ്. സോ ഈ നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് നവീൻ്റെ എസ്കേപ്പ് ആൻഡ് ഡെത്താണ്. ആക്ച്വലി ഇപ്പോൾ ഒരിക്കലും നവീൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി ഇവർക്ക് പറ്റിയൊരു വലിയൊരു പിഴവാകുന്നുണ്ട്. കാര്യം തുടർന്ന് നവീൻ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുകയാണ്. പോലീസ് എൻക്വയറി ഇനിയും ഡീപ്പാകുന്നു. പക്ഷേ കേസ് ഒരു പബ്ലിക് ഇഷ്യൂ ആകുമെന്ന ഭയം അവർക്ക് ഉണ്ടായിരുന്നു. ദിൻനാഥ് വളരെയധികം ഗിൽറ്റ് ആൻഡ് ആൻസൈറ്റിയൊക്കെ അനുഭവപ്പെടുന്ന ഒരാളാണ്. സോ ഞാൻ എന്ത് ചെയ്തതാണ് എന്ന സംശയം അവനെ പിടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റിൽ. പിന്നെ ഒരു ഫേക്ക് എവിഡൻസ് ആൻഡ് പ്രഷർ അങ്ങനെയൊക്കെ വരാം. ബിക്കോസ് പിന്നെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ചില CCTV വിഷ്വൽസ്, കോൾ റെക്കോർഡ്സ് പോലുള്ള തെളിവുകളെല്ലാം സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ SI യോഹന്നാൻ ഒരിക്കൽ അരുണിനെ ടോർച്ചറിങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫുട്ടേജ് കൂടെ ഇതിനെ സംസാരിക്കുന്ന ഒരു ഓഡിയോ സ്നിപ്പെറ്റ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻക്വയറി ഗതി മാറുകയാണ്. കാര്യം അവർക്ക് കേസ് തന്നെ ക്ലോസ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ പ്രഷർ അവിടെ ഉണ്ടാകുന്നുണ്ട്. മുൻപേ ചേർത്ത കുറ്റവാളികളെ മാത്രം പ്രതിയാക്കാതെ യോഹന്നാനും ദിൻനാഥും കൂടി അക്യൂസ്ഡ് ആക്കാനാണ് നീക്കം. ആക്ച്വലി ഇതിലുണ്ടാകുന്ന ഒരു സീന്. അതിനുശേഷം എന്ന് പറയുന്നത് ഈ ഒരു ദിൻനാഥിൻ്റെ ഇമോഷണലായിട്ടുള്ളൊരു ഫോളാണ്. കാര്യം അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ദിൻനാഥ് വളരെയധികം മെൻ്റൽ പ്രഷർ ആവുകയാണ്. കാര്യം ആളുടെ ഫാമിലി ബേസ്ഡ് ആണെങ്കിലും എല്ലാം കൊണ്ടും അങ്ങനെ അവൻ സംശയിക്കുന്നുണ്ട് യോഹന്നാൻ സാറും ഇതിൽ പങ്കാളിയാണോ എന്നുള്ളതെന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടി അവിടെ വരുന്നുണ്ട്. അയാളുടെ ഐഡിയലിസം തകരുന്നതാണ് അവിടെ. ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നും തെറ്റായ ഒരു തീരുമാനം അവൻ എടുക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ. അവൻ യോഹന്നാനെ നേരിട്ട് ചോദിക്കാതെയോ ഉള്ളിൽ സംശയം വളർത്തുകയാണ് അവിടെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റം തന്നെ ഇയാളെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി. ഒടുവിൽ യാഥാർത്ഥമായ ആ ഒരു സപ്പോർട്ട് ചെയ്ത ആ വ്യക്തിയെയും അവൻ വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചിത്രം അവസാനിക്കുമ്പോൾ അവരുടെ ആ ഒരു സിസ്റ്റം സ്വന്തം ഉദ്യോഗസ്ഥനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. കാര്യം യോഹന്നാൻ ഒരിക്കലും ഒരു കറപ്റ്റ് അല്ല. ദിൻനാഥാണെങ്കിൽ വലിയൊരു തെറ്റൊന്നും ചെയ്തില്ല. പക്ഷേ സിസ്റ്റത്തിൻ്റെ ഗെയിം കണ്ടപ്പോൾ ഇവരെ അക്യൂസ്ഡായി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. സോ ദിൻനാഥും യോഹന്നാനും ആ ഒരു ദിവസം രാത്രി ചെയ്യേണ്ടത് ഒരു നോർമൽ ഡ്യൂട്ടി മാത്രമായിരുന്നു. പക്ഷേ അവർ സിസ്റ്റത്തിൻ്റെ ആ പൊളിറ്റിക്കൽ ചെസ്സ് കളിയിലേക്കാണ് വെറുതെ വലിക്കപ്പെട്ടു പോയത് അവർ. സോ ഈ ഒരു മൂവി മെസ്സേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഈ ഒരു റോന്ത് മൂവി ഒരു ആക്ഷൻ മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനൊപ്പം തന്നെ ഇതൊരു വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള ഭീകര സംഭവങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. പക്ഷേ ഒരു സിനിമ നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആലോചിപ്പിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥരും ചില വഴികളിലൂടെ പോവുകയും അവരുടെ ആ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ക്രഷ്ഡായിട്ട് ചെയ്യപ്പെടുന്നതെന്നും ഇതിൻ്റെ ആ ഒരു ക്ലിയർ എക്സാമ്പിളാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പെർഫോമൻസ് ആൻഡ് ഡയറക്ഷൻ ബേസൊക്കെ നോക്കുകയാണെങ്കിൽ റോഷൻ മാത്യു ഒരു സോഫ്റ്റ് ആൻഡ് കൺഫ്യൂസ്ഡ് ഇമോഷണൽ ക്യാരക്ടറാണ്. അങ്ങനെ ഒത്തൊരു ക്യാരക്ടറാണ് എടുത്തിട്ട് ഈ ഒരു ദിൻനാഥ് എന്നൊരു ഭാഗം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോരോ സീനിലൂടെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സെയിം കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്നതാണ് ദിലീഷ് പോത്തൻ. ആ ഒരു യൂഷ്വൽ സ്റ്റൈലിലേക്കുള്ളൊരു ഡീപ്പ് ആക്ടിങ് അല്ലെങ്കിൽ ഒരു കാം ബിഹേവിയർ അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. കാര്യം അതുപോലത്തെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ആക്ടിങ് പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടറിലൂടെ വരുന്നതെന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ഡയറക്ടർ ഷാഹിദ് കപൂർ ഈ ഒരു കഥ സ്ലോ പേസിലാണ് കൊണ്ടുവന്നത്. കാര്യം പക്ഷേ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഡീപ്പാക്കുന്നത്. ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വിഷ്വൽസും ഒരു ലോ ലൈറ്റനിങ്ങും സൈലൻസ്
എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ടൊരു നല്ല ഇമോഷണൽ ഹണ്ടിങ് കിട്ടുന്ന ഒരു മൂവിയായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചെടുത്തേക്കുന്നത്. റൗണ്ട് ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. ആക്ച്വലി പോലീസ് യൂണിഫോം ധരിച്ചവർക്കും അവർ നേരിടുന്ന ആ ഒരു മാനസിക സമ്മർദ്ദങ്ങളും നമ്മളെ സമീപിക്കുന്നുണ്ട്. സോ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്കും തോന്നും തെറ്റ് ചെയ്തില്ലെങ്കിലും ഒരാളെ സിസ്റ്റം എങ്ങനെ തകർക്കുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു റോൺ സിനിമയുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യുക. കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ട് മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.